ഇന്ന് ഞാൻ 9-ന് ക്ലാസ് എടുക്കുകയാണ്. സോറി. അപ്പം കുട്ടികളോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ സ്കൂളിലേക്ക് കാര്യം ഒരിടയ്ക്ക് ഇങ്ങനെ പറയും. നമ്മളെപ്പോഴും പഠിത്തമല്ല, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ സ്കൂളിലേക്ക് കാര്യം പറയും. അപ്പം ഇപ്പം ടൈമിൽ മാറ്റമുണ്ടല്ലോ. ഇപ്പോൾ 9 മണിക്കുള്ളിൽ സ്കൂളിൽ കയറണം. അപ്പോൾ ഒരു കുട്ടി പറയണം, ടീച്ചറെ ഇപ്പം ഞങ്ങൾക്ക് ഇൻ്റർവെല്ലിന് പോലും ടൈം തരുന്നില്ല, ഇൻ്റർവെല്ല് പോലും ഇല്ല. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ? അത് ഇൻ്റർവെല്ലിന് വിട്ട് കഴിഞ്ഞാൽ പിള്ളേർ അവിടെ വേറെ ഓരോരോ ബിസിനസ്സുകളാണ്. ഞാൻ ചോദിച്ചു എന്താ? ഭയങ്കര വലിയാണെന്ന്. ഞാൻ പറഞ്ഞു സിഗരറ്റ് വലിയോ? എത്ര പേരെയാണെന്നറിയോ ടീച്ചറെ എല്ലാ ദിവസവും പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയോ അവിടെ സിഗരറ്റ് വലിക്കുന്ന? അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഇപ്പം ഇൻ്റർവെല്ല് തരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഒരു കപ്പിൾസിനെ പിടിച്ചെന്ന്. ഞാൻ പറഞ്ഞു കപ്പിളാ? അത്രയും ആ കുട്ടി പറഞ്ഞുള്ളൂ. അതിനെ അത്രയും പറയാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി ഊഹിച്ചെടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ചിരിയിൽ നിന്നും വർത്തമാനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് സ്കൂളുകൾ മാറിയിരിക്കുന്നു, അധപ്പതിച്ച് പോയിരിക്കുന്നു എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനായിരുന്നോ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഇത്രയധികം മാറ്റിമറിച്ചത് ഗവൺമെൻറ്റുകളെല്ലാം ചേർന്ന്? എന്തിനു മാറ്റി? എന്തായിരുന്നു? റാങ്ക് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സ്ട്രെസ്സാണ്, ആത്മഹത്യ, മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, പിന്നെ കുട്ടികൾക്കിടയിൽ മത്സരം, അങ്ങനെ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞാണ് ഈ ഒരു പരീക്ഷാ സമ്പ്രദായം, പഠന രീതി എല്ലാം മാറ്റിയത്. എന്നിട്ട് അതിൻ്റെ ഫലം എന്താണ് സംഭവിച്ചത്? അന്നത്തെ രീതിയിലായിരുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഒരിക്കലും ഈ രീതിയിലേക്ക് പോകില്ലായിരുന്നു. ഇപ്പം കുട്ടികളോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് എന്താണ് ആവശ്യമെന്നറിയോ? അവരുടെ ഒപ്പം ചിരിച്ച് കളിച്ച് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യർ, അവരെ മാത്രം മതി. ടീച്ചറെന്നൊന്നും അവർക്ക് വിളിക്കും. എന്നിട്ട് പറയും ഞങ്ങളെ ചുമ്മാ അങ്ങ് വഴക്ക് പറയണം, ഞങ്ങളെ വീട്ടിലിരിക്കുന്നവരെ പറയും. അപ്പം പിള്ളേരെല്ലാം തിരിച്ചു പറയും. എന്നിട്ടാണ് ക്ലാസ്സിൽ മറ്റൊരു ക്ലാസ്സിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. അവിടുത്തെ ആൺപിള്ളേരുടെ വായിലിരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാൻ തോന്നത്തില്ല. ഇങ്ങനെയൊക്കെ പെൺകുട്ടികൾക്ക് ഏറ്റവും മോശമായ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ആൺകുട്ടികളെക്കുറിച്ച്. ഇതെന്താണ് സംഭവിച്ചത്? ഇതിന് വേണ്ടിയിട്ടാണോ? ഇപ്പം എനിക്ക് നല്ല സങ്കടത്തോട് ഇതിന് വേണ്ടിയിട്ടാണോ ഈ നമ്മൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് ഒരു ഗവൺമെൻറ് ഉണ്ടായി അതിൽ ഇത്രയും വലിയൊരു പാപം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു? ഭാവി തലമുറ ഇത് എവിടെ എത്തി നിൽക്കുന്നു? നല്ല സങ്കടം വെച്ചാൽ നല്ല സങ്കടം. ഇതെവിടേക്ക് പോകുന്നു? നേരത്തെ സ്കൂളുകൾ ഇങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന മിക്ക സ്കൂളും അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഒരു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും ഇറങ്ങിയ ഒരു പെൺകുട്ടി അവളുടെ അനിയനെ അവിടെ ചേർക്കുന്ന കാര്യത്തിൽ പറഞ്ഞു അവിടെ ചേർക്കണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ രീതികൾ ശരിയല്ല, അവിടുത്തെ കുട്ടികൾ ശരിയല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തൻ്റെ അനിയൻ ആ ഒരു രീതിയിലേക്ക് മാറുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു ആ സ്കൂളിൽ ചേർക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൂരെ ആയാലും മറ്റൊരു സ്കൂളിലാണ് ഇപ്പം ചേർത്ത് പഠിക്കാൻ പോകുന്ന ആ കുട്ടി. അങ്ങനെ ഈ ഭാഗത്ത് അടുത്ത സ്കൂൾ ഇതാണെങ്കിലും ആ സ്കൂളിൽ പോകാതെ മറ്റു പല സ്കൂളിലേക്കും പോകുന്നുണ്ട്. ഈ പറയുന്ന സ്കൂളിനെക്കാട്ടി കുറച്ചെങ്കിലും ഭേദം മറ്റു സ്കൂളാണെന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു രീതിയിലേക്ക് മാറിയെന്ന് പറയുമ്പം രക്ഷിതാക്കൾ ആരെ കുറ്റം പറയണ്ട? രക്ഷിതാക്കളെ പറയണോ? ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് കുട്ടികൾക്കാർക്കും ടീച്ചേഴ്സിനൊന്നും ഇഷ്ടമല്ല. എല്ലാവർക്കും ഇങ്ങനെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങ് ദേഷ്യമാണ്. അവരെന്ത് ചെയ്യും? നമ്മളൊരു ഭാഗം പറയുന്നതല്ല, അവർ പഠിച്ച് ഇപ്പം എന്നോട് ഇങ്ങനെയൊക്കെ മറ്റൊരു മോശമായൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പ്രതികരിക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കും അല്ലേ? എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഇതൊന്നും ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ്. നമ്മൾ നമ്മുടെ ആ വിഷമം കൊണ്ടാണ് കുട്ടികളെ വഴക്ക് പറഞ്ഞു പോകുന്നത്, അല്ലാതെ അവരാരും മോശമായി പോകാൻ വേണ്ടിയിട്ടല്ല. ഇന്ന് ആലോചിച്ച് നോക്കിയേ, സ്കൂളിൽ സിഗരറ്റ് വലിയും മറ്റു പ്രവർത്തനങ്ങൾ മൂലം
അവർക്ക് ഇൻ്റർവെൽ എന്നുള്ള ടൈം കൊടുക്കുന്നില്ല എന്ന് ഒരു കുട്ടി ഒരു സ്കൂളിലത്തെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ അപ്പോൾ അത്രയ്ക്ക് പേടിക്കുകയാണ് ഈ കുട്ടികളെയൊക്കെ. അധ്യാപകർ ഓരോരുത്തരും പേടിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അധ്യാപകർക്ക് എപ്പോഴും എല്ലാവരുടെയും പുറകെ നടക്കാൻ പറ്റില്ല. പക്ഷേ ഇവരോട് എവിടെ നിന്ന് ഇത് കിട്ടിയെന്ന് സ്കൂളിൽ നിന്ന് കിട്ടി എന്നേ അവർ പറയത്തുള്ളൂ, എന്തെങ്കിലും ഒരു ഇത് കിട്ടി കഴിഞ്ഞാൽ. അപ്പം പ്രശ്നം ആർക്ക് വരും? അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും ഹെഡ് മാസ്റ്ററിനും ഒക്കെയാണ് പ്രശ്നം വരുന്നത്. ഇവരിത് എന്ത് ചെയ്യണം? എവിടെ നിന്നാണ് അപ്പോൾ മാറ്റം വരേണ്ടത്? എല്ലാം വിദ്യാഭ്യാസം പോയി, അതുപോലെ തന്നെ കുട്ടികളുടെ ചിന്താരീതിയും മാറി. ആ ഒരു കുറേ തലമുറകൾ നശിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലും തിരികെ കിട്ടാൻ പറ്റാത്ത രീതിയിൽ, നേടാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾ പോയി, ഭാവി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും പറയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്താണ് സിഗരറ്റ് വലിച്ചിട്ടുണ്ട്, ബീഡിയുടെ പകുതിയൊക്കെ കിട്ടിയിട്ട് അതൊക്കെ വലിച്ചു, അതൊക്കെ സ്വാഭാവികം. പക്ഷേ ഈ സ്കൂളുകളിൽ ഇത്രയൊരു രീതിയിലേക്ക് മാറുക, ഇതൊക്കെ ചെയ്യുന്ന വെച്ചാൽ ആരും അറിയാതെ അവിടെ ഇവിടെയൊക്കെ നിന്നാണ്. വല്ലപ്പോഴും അങ്ങനെ അതൊരു സംഭവം, അല്ലെങ്കിൽ ഒരാൾ എന്നുള്ളത്. ഇത് തന്നെ എന്ന് പറയുമ്പം എന്താ പിന്നെ ഈ കപ്പിൾസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നാലോചിച്ച് നോക്കി. എനിക്ക് അപ്പം തൊട്ട് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഇതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് എനിക്ക് നേരിട്ട കുറേ പ്രശ്നങ്ങൾ. ആ കുട്ടി അങ്ങനെയൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്നെക്കാട്ടും എത്രയോ വർഷങ്ങൾ മുമ്പ് പഠിപ്പിക്കാൻ തുടങ്ങിയ സാറിനോടൊക്കെ അത്രയും തർക്കുത്തരം പറയുക എന്ന് പറയുമ്പോൾ, അവിടെ ട്യൂഷൻ സെൻ്ററാണ്, അവിടെ കുട്ടികൾക്കൊപ്പം നിന്നില്ലെങ്കിൽ എന്താണ് ജോലി പോവും. ഇപ്പോൾ എൻ്റെ ജോലി അങ്ങനെ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം പക്ഷേ എന്ത് ചെയ്യണം, എനിക്കതിൽ ഒരു ഇതും തോന്നില്ല. ഞാൻ അതുപോലെ തന്നെ. അല്ലാതെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കുട്ടികൾ കാണിക്കുന്ന എന്തിനേയോ അങ്ങ് അംഗീകരിച്ച് കുട്ടികളുടെ തോളിൽ കൈയിട്ട് നടക്കാൻ എന്തായാലും ഇപ്പോൾ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. അതവർക്ക് മോശമായ ഒരു മാർഗം തുറന്നു കാട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഇപ്പം ഓരോരുത്തരുടെയും സാഹചര്യങ്ങളാണ് ഓരോ ജോലി എന്ന് പറയുന്നത്. മറ്റുള്ള ആർക്കെങ്കിലും അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, ഈ ജോലി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ജോലിയിൽ നിന്നുള്ള വരുമാനം ഇല്ലെങ്കിൽ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ മുടങ്ങും എന്നൊരു സ്റ്റേജ് ആണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതാണ് അപ്പം വളരെ സങ്കടം. ഞാൻ പറയാം, എൻ്റെ കുട്ടികൾ എന്ന് തന്നെ ഞാൻ പറയാം. എൻ്റെ പ്രതീക്ഷകളില്ല, നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷകൾ, എൻ്റെ എല്ലാ കുട്ടികളും അവർ ഈ ഒരു അവസ്ഥയിലേക്ക് പോയല്ലോ എന്നോർത്തിട്ട് ഭയങ്കര സങ്കടമുണ്ട് അല്ലേ. പക്ഷേ ഇത്രയും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഈ മന്ത്രിമാരുടെയൊക്കെ മക്കളൊക്കെ ഏത് നിലയിലിരിക്കുന്നു? അവരുടെ കൊച്ചുമക്കൾ എവിടെ നിൽക്കുന്നു? എല്ലാ പരീക്ഷണങ്ങളും സാധാരണക്കാരൻ്റെ മക്കളുടെ തലയിലേക്ക് ഇട്ടിട്ട് അവരുടെ ഭാവി നശിപ്പിച്ചതിന് ശേഷം ഇരിക്കുകയാണ്. പരീക്ഷ ഇട്ടു, മാർക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചറെ പോയിൻ്റ് മാത്രം മതി, വിശദീകരണമുണ്ട്. ഒരു വാക്കുണ്ടെങ്കിൽ ആ വാക്ക് മാത്രം അവിടെ കണ്ടാൽ മതി, ഫുൾ മാർക്ക് കിട്ടുകയാണ്. എഴുതണ്ടേ അവർ? ഒരു 20 മാർക്കിൻ്റെ ഒരു പരീക്ഷ ഇട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റിന് കൊണ്ട് അവരെല്ലാം എഴുതി തീർത്ത് കഴിഞ്ഞു. ഒരു പുറത്തിൽ എഴുതേണ്ട അല്ലെങ്കിൽ ഒരു പേജിൽ എഴുതേണ്ട ആൻസറൊക്കെ അവർ 1-2 സെൻറ്റൻസിലാക്കി ചുരുക്കുകയാണ്. ആ എഴുതുന്നതും നമുക്കെങ്കിൽ ഓക്കെ പെർഫെക്റ്റായിട്ട് എഴുതും, അതുമല്ല. ശരിക്കും സങ്കടമുണ്ട്. അതുകൊണ്ടങ്ങ് പറഞ്ഞു പോയതാണ്. ഏതായാലും ഒരു മാറ്റം എല്ലാവർക്കും ഉണ്ടാകട്ടെ. കുട്ടികളുടെ മനസ്സിൽ നിന്ന് അനാവശ്യ ചിന്തകളെല്ലാം മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അല്ലാതെ അതിൽ കൂടുതൽ ഒന്നും നമുക്ക് ചിന്തിക്കാനും ഇല്ല, ഒന്നുമില്ല. ഇന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഈ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ഒരു കുട്ടിയാണ്, ടീച്ചറിൻ്റെ മോളെ ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ വിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അവളുടെ അച്ഛൻ എന്താണ് തീരുമാനിക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ സാമ്പത്തികം എല്ലാം നോക്കിയിട്ട് ഗവൺമെൻറ് സ്കൂളിൽ വിടും. പക്ഷേ അവളുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ആ ഒരു രീതിയിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അവരെന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നില്ല, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവർക്കറിയില്ല ശരി ഏത് തെറ്റെന്നറിയില്ല. 14 വയസ്സ് വരെ നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. ആ വിദ്യാഭ്യാസം അവർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല.
ഇന്ന് ഒരു പരീക്ഷ ഇട്ടു, ഒന്നും എഴുതിയിട്ടില്ല ഒറ്റ. അവൻ മിക്ക ദിവസവും വരത്തില്ല, ഒന്നുകിൽ ഒരു പകുതി ക്ലാസ് ആകുമ്പോഴൊക്കെയാണ് വരുന്നത്. എന്നാൽ അവനോട് ചോദിച്ചു എന്താ താനെന്ന് എഴുതാൻ? എനിക്കൊന്നും മനസ്സിലായില്ല ടീച്ചറേന്ന്. ഞാൻ പറഞ്ഞു ബുദ്ധിസം ജൈനിസം തനിക്ക് എന്താണ് മനസ്സിലാവാത്ത അതിനകത്തിൽ എന്ന് ചോദിച്ചപ്പോൾ എനിക്കും ഞാൻ പറഞ്ഞ സ്കൂളിൽ പോകാൻ പഠിപ്പിച്ചിട്ടില്ലേ, അതും മനസ്സിലായില്ല, ഇതും മനസ്സിലായതിനും ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ പിന്നെ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഇങ്ങനെയാണ് അവരെ അങ്ങനെ ഇതായിട്ട് വിട്ടിട്ട് കാര്യമില്ല. ടീച്ചർ എൻ്റെ അടുക്ക സാറ് എപ്പോഴും സാറേ ടീച്ചറെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ രക്ഷിതാക്കളോട് പറഞ്ഞാലും അവർക്ക് ഈ പിള്ളേരെ പേടിയാണ്. ടീച്ചർ എന്നോട് പറയുന്നത് സാറേ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ശരിയാക്കി താ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വളർത്തേണ്ട രീതിയിലല്ല അവരെ വളർത്തി വിട്ടിരിക്കുന്നത്. മിക്കവാറും പ്രശ്നം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, ചിലപ്പം അമ്മമ്മയോ അപ്പൂപ്പനോ ആരെങ്കിലും വീട്ടിൽ കാണും, ചിലപ്പോൾ അതും കാണത്തില്ല. ഇവർക്ക് ഇവരുടെ ഇഷ്ടങ്ങളെല്ലാം നടക്കും. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചു പോകുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ.